അജയ് രാജിലേക്ക്. അജയ്, 109 ഒരു ചെറിയ റാങ്ക് അല്ല, വലിയ വിജയമാണ്. ഈ വലിയ വിജയം നേടിയത് എങ്ങനെയാണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, എങ്ങനെയായിരുന്നു പരിശീലനം? ഞാൻ 2 വർഷം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. അതിന്റെ കൂടെ തന്നെയായിരുന്നു പ്രിപ്പറേഷന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ലീഡ് IAS തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലീഡിൽ ചെയ്തു. കഴിഞ്ഞ വർഷം എനിക്ക് 730 ആയിരുന്നു റാങ്ക്, ഇന്ത്യൻ റെയിൽവേ സർവീസിലായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും റാങ്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. സോ അത് താങ്ക്ഫുള്ളി ഈ വർഷം വർക്കൗട്ടായി. സോ അതാണ് എൻ്റെ ഒരു സോഫാർ ജേണി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി എല്ലാ സപ്പോർട്ടും തന്നു. പ്ലസ് എൻ്റെ ഫ്രണ്ട്സും ഓൾറെഡി സർവീസിലുള്ളവരുണ്ട്. സോ ഇത്തവണ റാങ്ക് ഇംപ്രൂവ് ചെയ്യുമ്പോഴും അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, അവരുടെ നിന്ന് ഒപ്പീനിയൻ എടുത്തിട്ടായിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയായിരുന്നു ജേണി പോയിട്ടുള്ളത്. ആസ്പിരന്റ് കമ്മ്യൂണിറ്റിനോട് എനിക്ക് പറയാനുള്ളത്, സിവിൽ സർവീസിൽ തീർച്ചയായിട്ടും ഒരു ലക്ക് എലമെന്റും കുറെ അൺസർട്ടനിറ്റീസും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. റിയലിസ്റ്റിക് ആയിട്ട് പറയണമെന്നാണ് എനിക്കും എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാനിതിനെ കാണുന്നത് ഒരു സ്കിൽ ബിൽഡിംഗ് എക്സസൈസ് ആയിട്ടാണ് എല്ലാ എക്സ്പീരിയൻസും ഇതിനെ കാണേണ്ടത്. അതായത് പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു MCQ സ്കിൽ ബിൽഡിങ്ങും, മെയിൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കിൽ ബിൽഡിങ്ങും, ഇന്റർവ്യൂ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ബിൽഡിങ്ങും ആണ്. ഈ 3 സ്റ്റേജും ഏത് എക്സാം ആണെങ്കിലും അതിന് മസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പം എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടീച്ചറായി വർക്ക് ചെയ്ത ആളാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് നെറ്റും JRF കിട്ടിയാണ്. പക്ഷെ ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടുള്ള സ്കില്ലിൽ കൂടിയാണ്. അങ്ങനെ സിവിൽ സർവീസിൽ വന്ന് പുതിയ അവന്യൂസ് തേടി പോകുന്ന ആൾക്കാരും ഇഷ്ടംപോലെ എനിക്കറിയാം. സോ ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു സ്കിൽ ബിൽഡിംഗ് ആയിട്ട് കാണുക. അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ അവർക്ക് ലേണിംഗ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അവർക്ക് സർവീസ് കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ലെങ്കിലും അവർക്ക് മുമ്പിലുള്ള അവസരങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോസസ്സിൽ ബിൽഡ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്